ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വായ്ത്താരിയുടെ 63ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് കലാനിലയം കൃഷ്ണകുമാർ. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അനിയൻ പുളിക്കേഴ്. ഒരാൾ എൻ്റെ നാട്ടുകാരനാണ്, മറ്റൊരാൾ നാടിൻ്റെ അടുത്ത പ്രദേശത്തുള്ള ആളാണ്. കലാനിലയം കൃഷ്ണകുമാർ മലപ്പുറം ജില്ലയിലെ കുളത്തൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് നാട്ടിൽ തന്നെ കുറച്ച് കൊട്ട് പഠിച്ചു. തുടർന്ന് അദ്ദേഹം കലാനിലയത്തിൽ കഥകളി ചെണ്ട പഠനം പൂർത്തിയാക്കി. ഇപ്പോഴദ്ദേഹം മാർഗിയിലെ ചെണ്ട അധ്യാപകനാണ്. ഈ കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ ഞങ്ങളുടെയൊക്കെ മുതിർന്ന ജ്യേഷ്ഠ സഹോദരൻ, സുഹൃത്ത്, നല്ല ഒരു കലാ ആസ്വാദകൻ, നല്ല ഒരു അധ്യാപകൻ എന്ന നിലയിലൊക്കെ നാട്ടിൽ വളരെ സുപരിചിതനാണ് കരുണാകരൻ പിഷാരടി. അദ്ദേഹത്തിന് യാതൊന്നിലേക്കും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്നാൽ എല്ലാത്തിനോടും വളരെ അടുപ്പവുമുണ്ട്. ഒന്നിനോടും അമിതമായ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിത്വം. വളരെ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരാളെ കാണാൻ ഒരു പക്ഷെ ബുദ്ധിമുട്ടാണ്. എല്ലാതരം കലാമേഖലയുമായും ധാരാളം അദ്ദേഹത്തിന് പരിചയവും അറിവും ഒക്കെ ഉള്ളതാണ്. പക്ഷെ അമിതമായി തൻ്റെ അറിവ് അദ്ദേഹമുണ്ട് എന്ന് ആരെയും ബോധ്യപ്പെടുത്താറില്ല. അത് ഭാഷയിലായാലും കലാ താല്പര്യത്തിലായാലും. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു അമിതമായ ആവേശം ഒന്നും ഇല്ലാത്ത ഒരു നല്ല സഹൃദയനാണ് കലാനിലയം കൃഷ്ണകുമാർ, അല്ലെങ്കിൽ കൃഷ്ണകുമാർ. ജീവിതത്തിൽ അല്ലെങ്കിൽ കലാജീവിതത്തിൽ തനിക്ക് ലഭിച്ചതെല്ലാം സൗഭാഗ്യമായി കാണുന്നു. തനിക്ക് പരിപാടികൾ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ പ്രായത്തിനനുസരിച്ച് വളർച്ച എത്തിയില്ല എന്ന് മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വളരെ നിസ്സംഗതയോടുകൂടി അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് കലാനിലയം കൃഷ്ണകുമാറിൻ്റേത്. ഈ വളരെ പ്രായം കുറഞ്ഞ സമയത്ത് പോലും ജീവിതത്തിൻ്റെ ഒട്ടനവധി വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തൻ്റെ കലയിലെ മുന്നോട്ട് പോകാനുള്ള ഓരോ പടികളായാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് മാർഗിയിലെ ചെണ്ട അധ്യാപകനാണ്. മാർഗി എന്നത് നമുക്കറിയാം തിരുവനന്തപുരത്താണ്. അവിടെ പ്രശസ്തനായ വാദ്യ കലാകാരൻ, കലാമണ്ഡലം കൃഷ്ണദാസാണ് അവിടുത്തെ സീനിയർ അധ്യാപകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചരണവും അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിലുള്ള താല്പര്യവും ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷ്ണകുമാറിൻ്റെ കൊട്ടിൻ്റെ വളർച്ചയിൽ ധാരാളം പങ്കുവച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. തനിക്ക് ചെയ്യാവുന്ന മേഖല, അത് തായമ്പകയാവട്ടെ, കഥകളിക്കൊട്ടാവട്ടെ, മേളമാവട്ടെ, എല്ലാം വളരെ വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക.
ഫലം പിന്നീട് അത് ലഭിക്കും എന്നതാണ് തൻ്റെ അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെയും അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് വ്യക്തമായി അറിയുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിനോട് ഒന്നിനോടും അമിതമായ താല്പര്യം ഇല്ലാത്ത വ്യക്തിയായിരുന്നു. അത് മകൻ്റെ പഠനത്തിലാണെങ്കിലും കലാതാല്പര്യത്തിലാണെങ്കിലും അത് പ്രയത്നിച്ചാൽ അത് ലഭിക്കും എന്ന ഒരു ഉറച്ച വിശ്വാസമാണ് അച്ഛൻ്റെയും അച്ഛൻ്റെ മകൻ്റെയും. എങ്ങനെയും കഥകളി ചെണ്ടയിൽ വളരെ നല്ല ഒരു ഭാവിയുള്ള കലാകാരനാണ് കൃഷ്ണകുമാർ. എൻ്റെ നാട്ടുകാരൻ എന്നതുകൊണ്ട് മാത്രം പറയുന്നതല്ല. ഇനിയും ധാരാളം അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹം പറയുന്നതായിട്ട് തന്നെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അനിയൻ പുളിക്കീഴ് കുരുവമ്പലം സ്വദേശിയാണ്. പുളിക്കീഴ് മനയിൽ അനിയൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അനിയൻ തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അദ്ദേഹം കഥകളിയാവട്ടെ, മേളമാവട്ടെ, തായമ്പകയാവട്ടെ, ഇതര നാടൻ കലകളാവട്ടെ, ഇതിനോടൊക്കെ എല്ലാം വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അനിയൻ പുളിക്കീഴ്. സാമൂഹ്യ പ്രവർത്തനം, അല്പം രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ഒരേപോലെ കൊണ്ടു നടക്കുന്ന വ്യക്തി കൂടിയാണ്. നല്ല സഹൃദയനാണ്. അദ്ദേഹത്തിൻ്റെ മേഖല വ്യത്യസ്തമായി അറിയുന്നത് അടുത്ത കാലത്താണ് ഞാൻ. അദ്ദേഹം നിരവധി കവിതകൾ എഴുതാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് അറിയുന്ന മേഖലയെക്കുറിച്ച് അത് കഥകളിയാവട്ടെ, മേളമാവട്ടെ, ചെണ്ടയാവട്ടെ, മദ്ദളമാവട്ടെ, തിമിലയാവട്ടെ, ഈ നേരത്തെ പറഞ്ഞ നാടൻ കലകളാവട്ടെ, അല്ലെങ്കിൽ ഗ്രാമീണ അന്തരീക്ഷങ്ങളാവട്ടെ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കൂടാതെ ഇപ്പോഴും അദ്ദേഹം കവിതകൾ രചിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയും നല്ല ഒരു കലാ ആസ്വാദനത്തിൻ്റെ ഉടമ കൂടിയാണ് അനിയൻ പുളിക്കീഴ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സ്കൂൾ അധ്യാപികയും ആണ്. വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് കൃഷ്ണകുമാറിൻ്റെ എല്ലാ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദമായി നമുക്ക് മുമ്പിൽ അറിയിക്കുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എങ്ങനെയും ഈ രണ്ടുപേരെയും സ്വദേശവാസികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് പ്രത്യേകം എനിക്ക് താല്പര്യമുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇവരെ ഈ വായ്ത്താരിയിലേക്ക് സ്വാഗതം ചെയ്യുകയും അത് കേൾക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. എല്ലാ ആസ്വാദകർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളം തന്നെ കലകളുടെ കേദാരഭൂമിയാണ്. നമ്മുടെ വള്ളുവനാട് അതിൽ മികച്ച രീതിയിൽ വൈവിധ്യമാർന്ന ഗ്രാമീണ കലകളായിരുന്നാലും നാടൻ കലകളായിരുന്നാലും ശാസ്ത്രീയമായി അഭ്യസിക്കുന്ന കലാരൂപങ്ങളായിരുന്നാലും നിറഞ്ഞ ഒരു ഭൂമിയാണ്. അത് നൂറ്റാണ്ടുകളായി തുടരുന്ന പാരമ്പര്യ കലകളുമുണ്ട്, നാടൻ ഗ്രാമീണ കലകളൊക്കെയുണ്ട്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പാരമ്പര്യം തുടരുന്നതോടൊപ്പം തന്നെ പുത്തൻ ആശയങ്ങളും പുതിയ രീതികളുമായിട്ടാണ് നമ്മുടെ കലകളും കലാപ്രകടനങ്ങളും നാട്ടിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കലാസ്വാദകരാണെങ്കിൽ ഏത് മാറ്റങ്ങളെയും നല്ല രീതിയിൽ അംഗീകരിക്കുന്ന ആളുകളാണ്. വള്ളുവനാട്ടിലെ കലാഗ്രാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കലാഗ്രാമമാണ് കുളത്തൂർ മേഖല. ആ കുളത്തൂർ പ്രദേശത്ത് ഉള്ള ഇപ്പോൾ കഥകളി ചെണ്ട രംഗത്ത്
വളരെ സജീവമായി നിൽക്കുന്ന കലാനിലയം കൃഷ്ണകുമാറിൻ്റെ കുറിച്ച് ആസ്വാദകർക്ക് വേണ്ടി ചില കാര്യങ്ങൾ അറിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, ജീവിതം, പാരമ്പര്യം, ഈ കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പരിപാടി. നമസ്കാരം. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനാണല്ലോ കൃഷ്ണകുമാർ, ചെണ്ട രംഗത്ത്. ഈ ഇത് ഇതിലേക്ക് വരുന്നതിന് ഒരു കുടുംബപരമായ പശ്ചാത്തലമുണ്ടോ അതോ വ്യക്തിപരമായി ഉണ്ടായ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്? ആസ്വാദന പാരമ്പര്യം എന്ന് പറയാം. അച്ഛൻ ആസ്വാദനായിരുന്നു. മേളം, സംഗീതം, നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വായന, അതിൻ്റെയൊക്കെ ഒരു ആസ്വാദകനും ചെറിയ തോതിൽ നടത്തിപ്പുകാരനും ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ ചെണ്ട വാദ്യം എന്ന ഒരു വിഷയം അല്ലെങ്കിൽ അതിലേക്ക് വന്നിട്ടുള്ളത്. 2000-ന് ശേഷമാണ് എൻ്റെ ഒരു ഈ ചെണ്ട മേഖലയിലേക്കുള്ള കടന്നുവരവ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് വാദ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രധാനമുള്ള ചെണ്ടണ്ടം, വദ്ദലുണ്ട, ഇടയ്ക്ക, അങ്ങനെ ഒട്ടേറെ വാദ്യങ്ങൾ ഉണ്ട്. തീർച്ചയായും. അതിൽ ചെണ്ടയിലേക്കുള്ളൊരു പ്രത്യേകത അതിലേക്ക് തോന്നാനുള്ളൊരു കാരണം എന്താണ്? അത് ഈ ചെറുപ്പത്തിൽ പല വാദകരും പറയുന്ന ഒരു അനുഭവമാണ്. നമ്മൾ ഈ ചെറുപ്പത്തിൽ ബക്കറ്റിൽ കൊട്ടി നടക്കുക, പിന്നെ ക്ലാസ് റൂമിൽ ചെന്ന് ശല്യം ഉണ്ടാക്കുക, അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ആ ഒരു അനുഭവത്തിലാവണം അച്ഛൻ എന്നെ 5ാം ക്ലാസ്സിൽ കുറച്ച് കാലം ഒരു 3 മാസം ചെണ്ട പഠിപ്പിച്ചു. ശേഷം ആരെടുത്താ പഠിച്ചത്? മുളയങ്കാവ് അരവിന്ദാശ. അപ്പോൾ അന്ന് അദ്ദേഹമായിട്ട് ഒരു ചെറിയൊരു പരിചയം മാത്രമേ ഉണ്ടായുള്ളൂ. കൂടുതൽ അടുപ്പത്തിനൊന്നും സാധ്യത ഉണ്ടായില്ല. അച്ഛനറിയായിരുന്നു. ശേഷം ആ പഠനം പാലക്കാട് ജില്ലയിലായിരുന്നു. പാലക്കാട് ജില്ലയിൽ ശേഷം ഞാൻ അച്ഛൻ്റെ നാടായിട്ടുള്ള കൊളത്തൂരിലേക്ക്, മലപ്പുറം ജില്ല കൊളത്തൂരിലേക്ക് താമസം മാറുകയും 8ാം ക്ലാസ്സിലാണ് തിരിച്ച് ഞാൻ ഇവിടെ വന്നത്. 9ാം ക്ലാസ്സിൽ കൊളത്തൂർ സ്കൂളിൽ ചെണ്ട പഠനം, കൊളത്തൂർ വാര്യം സുരേഷ് ഏട്ടെന്ന് പറയും, ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. KVS നമ്മുടെ എല്ലാം സുധീരനായിട്ടുള്ള KVS സുരേഷ് ഏട്ടൻ മുഖാന്തരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധത്തിൽ ചെണ്ട ക്ലാസ് ആരംഭിക്കുകയാണ്. അത് അന്ന് എനിക്ക് വേണമെങ്കിൽ ഒരു നഷ്ടം. ആശാന്റെ കീഴിൽ പഠിക്കാൻ പറ്റി ഭാഗ്യം. ആശാൻ തന്നെ, മുളയങ്കാവ് ആശാൻ തന്നെയാണ് പിന്നീടും വന്നിട്ടുള്ളത്. അന്ന് നമ്മുടെ കൊളത്തൂരിൻ്റെ, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ എന്നൊക്കെ പറയാം, നമ്മുടെ ആശാൻ ഉണ്ണികൃഷ്ണൻ ആശാൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആശാൻ്റെ കീഴിൽ എനിക്ക് പഠിക്കാൻ അന്ന് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ നടന്നില്ല. ആശാൻ കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. ശേഷം 2009, 2010 അല്ല 99, 2000 ഈ കാലയളവിൽ ചെണ്ട പഠനം കൊളത്തൂർ നടത്തി അരങ്ങേറ്റം കഴിഞ്ഞു. ആ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുഭവം. അച്ഛൻ കരുണാകരൻ പിഷാരടി അറിയാവുന്ന ആളാണ്. അതെ, കരുണാകരൻ പിഷാരടി ഒരു അധ്യാപക രംഗത്താണ് ആദ്യമായിട്ട് നിന്നിരുന്നത്. അതെ, ഈ കലാസ്വാദന രംഗത്തുമുണ്ട്. അപ്പം അച്ഛൻ തന്നെ നല്ല പ്രചോദനം ആ രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ അതോ മറ്റ് വീട്ടിലെ അച്ഛൻ്റെ വല്യച്ഛന്മാരോ അമ്മാവന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ടാവുമല്ലോ, അത്തരം ആളുകളുടെ വല്ല പ്രോത്സാഹനമോ നിർദ്ദേശമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ? അച്ഛൻ്റെ തറവാട്ടിൽ നിന്നും അച്ഛൻ്റെ അമ്മ പാർക്കുട്ടി വിശ്വാസേര് പറയും, അച്ഛൻ നന്നായിട്ട് പഠിക്കണം, ഒരു നിർബന്ധ ബുദ്ധിയിലുള്ള ഉപദേശമായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു അമ്മാമ്മ രാംപിഷാരടി ഇപ്പം മരണപ്പെട്ടു, അദ്ദേഹം കോങ്ങാടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തറവാട്ടിൽ വന്ന് തറവാട്ടിൽ കാര്യങ്ങൾ അന്നത്തെ ഒരു സമ്പ്രദായം എങ്ങനെ അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മ അങ്ങനെ ചോദിക്കും അച്ഛനോട്, എങ്ങനെയുണ്ട് അവൻ പഠിക്കണ്ടോ? നാട്ടിലുള്ള പഠനമാണ്, അങ്ങനെ സ്ഥാപനത്തിലേക്ക് മാറുകയൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൽ ഈ മേള സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങളിൽ എങ്ങനെയുണ്ട്, പഠനമുണ്ടോ, സാധകം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അന്ന് നമുക്ക് ഈ സാധകം മീനിങ്ങോ അതിൻ്റെ ഒരു എന്താ പ്രാധാന്യം ഒന്നും അറിയില്ല. അച്ഛനപ്പോ വീട്ടിലൊന്ന് പറയും. അങ്ങനെ ആണ് എൻ്റെ ഒരു ചെറുപ്പകാലം, അല്ലെങ്കിൽ കൊട്ടിലെ ചെറുപ്പകാലം വേണമെങ്കിൽ അങ്ങനെ പറയാം. 2017, 2007, 2008
തൊണ്ണൂറ്റേഴ് 98 99 2000 ഈ കാലഘട്ടത്തിലാണ് സ്കൂൾ പഠനവും ചെണ്ട പഠനവും ഉണ്ടായി. ഒന്നിച്ച് കൊണ്ടുപോയത്. ശേഷം +2 പഠിച്ചു. സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. +2 പഠനത്തിൻ്റെ അവസാനം ഒരു പനി വന്നിട്ട് ബുദ്ധിമുട്ടായി. ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അതിലെൻ്റെ പഠനം ബുദ്ധിമുട്ടിലായി. +2 ഫെയിലായി. പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു. ലാബിലൊക്കെ റെക്കോർഡ് വർക്കൊക്കെ ഓക്കെ ആയിരുന്നു. തിയറിപരമായിട്ട് ഞാൻ പിന്നെ മാർക്ക് കുറഞ്ഞു, തോറ്റു. അങ്ങനെ അടുത്തൊരു വഴി ബുദ്ധിമുട്ടാണല്ലോ. +2 രണ്ടാമത് എഴുതിയെടുക്കാം, ഓക്കെ. എന്താണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ് താൻ. അങ്ങനെ അച്ഛൻ്റെ ഒരു നിർബന്ധം, ആഗ്രഹം, താല്പര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ കൊട്ടിൻ്റെ വഴി വേണമെന്നുള്ളൊരു ആലോചനയും തുടർന്ന് അതിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അന്ന് ആശാൻ മുളയങ്കാവിലെ അരവിന്ദാക്ഷൻ ആശാന്റെ വീട്ടിലേക്ക് പോയിട്ട് പഠിക്കാണ്. ചെറിയ പരിപാടികൾ പങ്കെടുത്തായിരുന്നു. മേളത്തിന്റെ ഒരു പഞ്ചാരി മേളം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ചെമ്പടയോ പാണ്ടിയോ ഒന്നും നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല, എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പങ്കെടുക്കും. അങ്ങനെ ആശാന്റെ വീട്ടിൽ പോയിട്ട് സാധകം, ആശാന്റെ മകൻ അജിത്ത്, അയാളിപ്പം നല്ല കൂട്ടുകാരാണ്, മുളയങ്കാവ് അജിത്ത്. അയാളുടെ ഒപ്പം ഞങ്ങള് മാഷാണ്, ഒത്തിരി സ്കൂളിൽ തന്നെ മാഷാണ്. അങ്ങനെ അയാളായിട്ട് സാധകം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊളത്തൂര് പിന്നെ ഒരു അരങ്ങേറ്റത്തിന് ശേഷം ഗൗരവമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായില്ല. അന്നിപ്പോൾ കൊളത്തൂരുള്ള എൻ്റെ കുറേ സഹപാഠികളൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ട്. ഇന്നിപ്പോ കലാമണ്ഡലത്തിൽ നീരജ് വേഷക്കാരുണ്ട്. അയാൾ എൻ്റെ ഒപ്പം പഠിച്ചു. നീരജ് മേളം അരങ്ങേറ്റം കഴിഞ്ഞാണ്. പിന്നെ കലാനില രാജൻ, ഇതിപ്പോ ഇടയ്ക്കല് താഴമ്പേക്ക് കൂട്ടുന്ന നേപത്യ കോഴിക്കോളത്ത് മധുവെട്ടൻ്റെ സാധനം. ഇന്ന് അയാള് എൻ്റെ ഒപ്പം പഠിച്ചതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ചെണ്ട ക്ലാസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന KVS സുരേഷ് ഏട്ടൻ, അതുപോലെ പാർത്ഥസാരഥി, സംഗീത സാരഥി ഏട്ടൻ, പിന്നെ ഒരു സെയ്തലവി നാടക പ്രവർത്തനം, ഒരു സുഭാഷ് ഏട്ടൻ ഹെഡ് മാഷാണ് വെങ്ങാട് സ്കൂൾ. പിന്നെ അങ്ങനെ കുറേ പേര്, വാര്യത്തുള്ള 3-4 പേര് വേറെ, ഒരു സുദീപ് നമ്പൂരി മാഷ മകൻ സുദീപ് ഏട്ടൻ, അങ്ങനെ കുറേ പേര് കൊളത്തൂർ വായനശാല ബന്ധപ്പെട്ടിട്ടുള്ള കുറേ പേര് പഠനം ഉണ്ടായി. ഇതാണ് എൻ്റെ കൊട്ടിന്റെ ചെറുപ്പകാലം. അപ്പൊ അതിൽ കൊട്ടുമായി മുന്നോട്ട് പോയത് രാജനും ഞാനും മാത്രമാണ്. ഞാൻ ആദ്യം കലാനിലയത്തിൽ ചേർന്നു. കലാനിലയത്തിൽ ചേരാനുള്ള കാരണം ആശാൻ KSRTCയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. അപ്പം എൻ്റെ ഒരു വല്യമ്മ, അമ്മയുടെ എടുത്തി മുഖാന്തരം ആണ് ആശാനോട് പറയുകയും, അപ്പോഴത്തേക്ക് പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ഞാൻ മുളയങ്കാവിൽ പോകാനും ഒക്കെ ബുദ്ധിമുട്ടായി. അപ്പം എന്താ വേണ്ടെന്ന് അറിയില്ല, നക്ഷത്രം. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കലാനിലയത്തിലൊരു ചാൻസ് ഉണ്ട്. അപ്പം എന്തായതൊന്നും അറിയില്ല, വല്യമ്മയ്ക്കും അറിയില്ല, അച്ഛനും അറിയില്ല. അച്ഛനും ഇതൊക്കെ അറിയാമെങ്കിലും ഈ കഥകളി സംബന്ധമായിട്ടുള്ള അറിവുകൾ, തിരിച്ചറിവുകൾ രക്ഷിതാക്കൾക്കും കുറവാണ്. എല്ലാവരുടെ അഭിമുഖത്തിലും കാണാം. അതേപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള നടത്തിപ്പുകളോ ആസ്വാദക വൃന്ദമോ അതിനപ്പുറം കഥകളി മേഖലയുമായിട്ട് അച്ഛനറിയില്ല. അങ്ങനെ എന്തായാലും നോക്കാം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തീരുമാനമാവുകയും ആശാൻ മുഖാന്തരം കലാനിലയത്തിൻ്റെ പരിചയങ്ങളിലേക്ക് എത്തിപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ കലാനിലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചെറിയ പരിപാടികൾക്കൊക്കെ പോയിരുന്നു എന്നുള്ളത്. ആശാന്റെ കൂടെ അല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. അത് തായമ്പയ്ക്കാണോ അതോ മേളത്തിനാണോ പോയിട്ടുള്ളത്? അത് ഈ ഉത്സവ പറമ്പുകളിൽ ഇത് കണക്റ്റഡ് ആണല്ലോ. തായമ്പകയും മേളവും എല്ലാം ഉണ്ടാവും. എന്ത് മേളാന്ന് ചോദിച്ചാൽ അറിയില്ല. തായമ്പക എന്ന് പറഞ്ഞ ഒറ്റ സംഗതിയാണ്. അപ്പൊ അതിൽ കൂറുകളൊക്കെ മാറും. തായമ്പക നമുക്കറിയാം, വലന്തല പിടിക്കാനോ ഒക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. ചെറുപ്പം കലാകാരന്മാരുടെയോ ഒക്കെ ഇപ്പൊ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വലിയ ആശാന്മാരുടെയോ സീനിയർ വാദകരുടെ ഒപ്പം നമുക്ക് പറ്റില്ല. അങ്ങനെ തായമ്പയ്ക്ക് കൂടിയിട്ടുണ്ട്. മേളങ്ങള് വലന്തല പിടിച്ചിട്ടുള്ളൂ, കൊട്ടിയിട്ടില്ല. കൊട്ടലൊക്കെ ഉണ്ടായത് ഈ കലാനിലയത്തിന് ശേഷം. അതിനുള്ള സാധകം അന്നായിട്ടില്ല. മേളത്തിന്റെ സാധകം എന്ന് പറയുന്നത് പനിയേട്ടന്റെ മകൻ കൊട്ടുകാരനാണല്ലോ, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ
കുറെ കാലത്തിന് ശേഷമാണ് ആളൊരു പരിപാടിക്ക് അല്ലെ സീരിയസ് ആയിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് എല്ലാവരും എല്ലാ ജീവിതത്തിലും പെട്ടെന്ന് കാൽവെപ്പ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നാടൻ അല്ലെങ്കിൽ ഉത്സവ പറമ്പുകളിലാണ് ഞാൻ ഈ ചെണ്ടയുമായിട്ടുള്ള ആദ്യത്തെ ഒരു കാൽവെപ്പ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ അരങ്ങേറ്റം മേളായിട്ടാണ് മേളായിട്ടാണ്. അന്ന് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. കുളത്തൂർ സ്കൂളിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റത്തിന്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, റിഹേഴ്സല്, ക്ലാസ്സുകളൊക്കെ. ഇപ്പോഴും ഇവിടെ 5ാം ക്ലാസ്സിന്റെ ഒരു സ്റ്റേജ് ഉണ്ട്. കുളത്തൂർ വരാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരാണ്. ആശാന്റെ പരിപാടികൾക്കും കോട്ടക്കരി വീട്ടിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുളത്തൂർ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു. അപ്പോൾ 5ാം ക്ലാസ്സിന്റെ ഒരു സ്റ്റേജിലാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ അരങ്ങേറ്റം തീരുമാനിച്ച് കുളത്തൂർ സ്കൂളിന്റെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു റിഹേഴ്സൽ. രാത്രി മാനേജറാണല്ലോ. അങ്ങനെ കുളത്തൂർ സ്കൂളിന്റെ ഓഫീസിൽ വെച്ച് അരങ്ങേറ്റം രാത്രി 8-8:30 വരെ ഉണ്ടായി. അവിടെ രാത്രി കിടന്ന് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് ഒന്നിച്ച് രാവിലെ മേളത്തിന്റെ റിഹേഴ്സൽ രാവിലെ 4:30 മണിക്ക്. അന്ന് അങ്ങനെ റിഹേഴ്സൽ കഴിഞ്ഞു. അന്ന് 2 സെക്ഷനായിട്ടായിരുന്നു അരങ്ങേറ്റം. അതുകൂടാതെ കല്ലൂർ രാമൂട്ടിമാരാശാന്റെ തായമ്പക ഉണ്ടായിരുന്നു. നല്ല ഒരു പ്രൗഢഗംഭീരമായ സദസ്സ് എന്ന് പറയാം. കുളത്തൂരിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അരങ്ങേറ്റം ആയിരുന്നു ആ മേളം. അപ്പൊ ഉണ്ണികൃഷ്ണാശാൻ ഇഷ്ടംപോലെ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അതിനേക്കാൾ ഗംഭീരം. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് തുടങ്ങിയിട്ടില്ല. ആശാന്റെ തിരക്കുകൾ. എനിക്കും സത്യം പറഞ്ഞാൽ ആശാൻ എന്ന് പറയാൻ തന്നെ പേടിയാണ് നമുക്ക്. ഇന്ന് നമ്മൾ കുറച്ച് സൗഹൃദത്തിൽ ആശാനോട് പെരുമാറുന്നെങ്കിലും അന്ന് ആശാനെ കാണുമ്പോൾ ഒക്കെ പേടിയാണ്. അങ്ങനെയാണ് ആശാന്റെ നടപ്പും ഉള്ളത് പറയാലോ. ഉണ്ണീഷ്ണാശാന്റെ അരങ്ങേറ്റത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടിയായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് പിന്നീട് ആശാൻ ഗൗരവമായിട്ട് ക്ലാസ്സുകൾ തുടങ്ങുകയും ആശാൻ അന്ന് ധാരാളം കളികൾക്ക് പോകുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് പിന്നീട് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു രാത്രി അരങ്ങേറ്റ സന്ധ്യ, അരങ്ങേറ്റ രാത്രി അങ്ങനെ ഉണ്ടായത്. അങ്ങനെയാണ് കുളത്തൂർ അങ്ങനെ അരങ്ങേറ്റം ആദ്യമായിട്ട് നടപ്പിലാക്കുകയുണ്ടായത്. അതിനെൻ്റെ മേളത്തിൽ ഏതൊക്കെ കാലങ്ങളാണെന്ന് കിട്ടിയതെന്നല്ല ഓർമ്മകൾ. അത് അന്ന് 3, 4, 5 ആണ് സാധാരണ. അങ്ങനെയാണ് അരങ്ങേറ്റങ്ങൾക്ക്. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യിക്കുന്നത്. എല്ലാവരും പൊതുവെ കേരളത്തിൽ ചിലപ്പോൾ 2ാം കാലം ഉണ്ടാവാം. അത് കുറച്ച് സമയമെടുക്കുന്ന ക്ലാസ്സുകൾക്ക് വേണമെങ്കിൽ 2ാം കാലം അങ്ങനെ. നമുക്ക് അങ്ങനെ ഒരു ആഴ്ചയിൽ ഒരു ക്ലാസ് ഒക്കെ കിട്ടുന്നത്. 3, 4, 5 പഠിപ്പിച്ചു. അതില് 3, 4 ഒരു ടീമും 5ാം കാലം മാത്രം വേറൊരു ടീമുമായിട്ടാണ്. അത് ഈ 5ാം കാലത്തിൽ ഇത്തിരി സാധകം കൂടുതലുള്ളവരെ പങ്കെടുപ്പിക്കുക. അപ്പൊ ഞാൻ 5ാം കാലത്തിലായിരുന്നു. ഞാന് രാജൻ, നീരജ് ഒക്കെ. നീരജിനൊന്നും നല്ല സാധകം. നല്ല നീരജിന്റെ അച്ഛൻ, അയാളെ കൂടെ പറയണം, മോഹൻദാസ് അറിയാം. അദ്ദേഹവും മോഹൻദാസൊക്കെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നീട് ആശാന്റെ കീഴിൽ കുറച്ച് പഠിച്ചു. പിന്നെ എവിടൊക്കെയോ പഠിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഡീറ്റെയിൽ അല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ട് കേട്ടോ, ഈ ക്ലാസ് തുടങ്ങാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നീരജ് പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ 5ാം കാലം അരങ്ങേറി. നല്ല രസമായിരുന്നു. നല്ല നല്ല തീരുമാനങ്ങൾ വരുന്നു. അപ്പൊ അതിന് ശേഷമാണ് സ്കൂൾ പഠനം +2 ഒക്കെ ഉണ്ടായത്. +2 അതിന് ശേഷം. എൻ്റെ 10ാം ക്ലാസ്സിലാണ് ഈ അരങ്ങേറ്റം ഉണ്ടായത്. 10ാം ക്ലാസ് കഴിഞ്ഞു. +2, +1, +2 പെരിന്തൽമണ്ണ ഹൈസ്കൂളിലായിരുന്നു. അപ്പൊ ആദ്യം ഹ്യൂമാനിറ്റീസ് കിട്ടി. പിന്നീട് അത് സയൻസിലേക്ക് മാറി. സയൻസ് പഠിച്ചൊരു ചെണ്ടക്കാരുണ്ട്, അച്യുതൻകുട്ടി, കല്ലേകുളങ്ങര അച്യുതൻകുട്ടി. കെമിസ്ട്രിയാണ്, മാഷുവാണല്ലോ. അപ്പോൾ ആ രംഗത്തേക്കല്ല പോയത്. അല്ല, അതൊരു ഇതല്ല. അതിലൊരു വലിയ പ്രയാസം വല്ലതും തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? നല്ല പ്രയാസം തോന്നിയിട്ടുണ്ട്. അത് പിന്നീട് എനിക്ക് ഇപ്പൊ കഴിഞ്ഞ വർഷം കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട് സുഖമായിട്ട് എഴുതിയെടുക്കാമായിരുന്നു. ചെണ്ട പഠിച്ചതിലൊട്ടും വിഷമം തോന്നിയിട്ടില്ല. എൻ്റെ +2 സാഹചര്യം അങ്ങനെ ആയിരുന്നു. അതെ, +2 പാസ്സാവാത്തതിന്റെ ഒരു പ്രയാസം പിന്നീട് ജീവിതത്തിൽ ഇങ്ങനെ അത് അലട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എന്താ വെച്ചാൽ പല കാര്യങ്ങൾക്കും തിരിച്ചറിവുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കണമെങ്കിൽ ഈ സാധനം സർട്ടിഫിക്കറ്റ് വേണം. തുടർ പഠനം. അതിനൊക്കെയുള്ള ഒരു സാഹചര്യം എന്തോ എൻ്റെ നിർഭാഗ്യം. അതെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് അച്യുതൻകുട്ടി. അതെ, പഠിച്ചതൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. പരിപാടികൾക്ക് പോകുമ്പോഴും മാഷന്മാരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടൊക്കെയാണ് അച്യുതൻകുട്ടി പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് കലാനിലയത്തിലേക്ക് ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തത് കോട്ടയ്ക്കലാണ്.
അതെ. അല്ലെങ്കിൽ കലാമണ്ഡലാണ്. അവിടെ ഉണ്ണീഷ്ണാശാൻ കുളത്തൂർ ഉണ്ടായിട്ടും അപ്പൊ നീരജൊക്കെ ചിലപ്പോൾ മുമ്പ് ചേർന്നുണ്ടാവും. അല്ല, നീരജ് ഞാൻ മുൻപ് ചേർന്നുണ്ടാവും. അപ്പൊ എന്നിട്ടും കലാമണ്ഡലത്തിലേക്ക് അല്ലാതെ പോകാനുള്ള ഒരു സാഹചര്യം അത് ഞാൻ പറഞ്ഞു. ആശാനായിട്ട് വേണ്ടത്ര ശ്രമം നടത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആവാം. ഈ പറഞ്ഞ എല്ലാ രക്ഷിതാക്കൾക്കുള്ള പോലെ തന്നെ എന്റെ അനുഭവത്തിലും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ആശാനായിട്ടും അച്ഛന് അത്ര കണക്ഷൻ ഉണ്ടോ ചിലപ്പോ ഉണ്ടാവാം. അതിപ്പോ ആശാനോട് ചോദിക്കണം, അല്ലെങ്കിൽ അച്ഛനോട്. അച്ഛനിപ്പോ ഇല്ല, എന്തുണ്ടായെന്ന് എനിക്ക് അറിയില്ല. ആശാനന്ന് ക്ലാസ്സും തുടങ്ങിയിട്ടില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു കലാമണ്ഡലം കൃഷ്ണകുമാറായിട്ട് ചിലപ്പോൾ ഉണ്ടായേനെ, എന്റെ ഒരു ആഗ്രഹത്തിന്. അല്ലെങ്കിൽ ഭഗവാൻ അങ്ങനെ ഇപ്പൊ എന്തുകൊണ്ടോ അങ്ങനെ വന്നില്ല. ഈ കലാനിലയത്തിൽ ചേരാനാണ് എൻ്റെ ഒരു അതെ. കലാമണ്ഡലത്തിലെ കോഴ്സിന്റെ കാലം എത്രയാണ്? കലാനിലയത്തില് 4 വർഷം ഡിപ്ലോമ കോഴ്സ്, 2 വർഷം പോസ്റ്റ് ഡിപ്ലോമ PG. രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും പഠിച്ചു. 4 വർഷം പഠിച്ചു, 2 വർഷം PGയും പഠിച്ചു. എനിക്കത് എങ്ങനെ അത് പറയണം എന്നറിയില്ല. 4 വർഷത്തിൽ എനിക്ക് വേണ്ട പോലെ നമുക്ക് അവിടെ പൊതുവെ ക്ലാസിന്റെ ഒരു കുറവുകളുണ്ടായിരുന്നു പഠനകാലത്ത്. അതും ഈ പറഞ്ഞ പോലെ എൻ്റെ +2ൻ്റെ അനുഭവം പോലെ എനിക്കത് പിന്നീട് അത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് ഓർത്തെടുക്കുമ്പോൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ ഫീൽ ചെയ്യും. അപ്പോൾ ഈ കലാനിലയത്തിൽ എൻ്റെ ഒരു പഠിപ്പ് രീതി, അവിടുത്തെ ഒരു ജീവിതം, അവിടുത്തെ അധ്യാപകര്, അതുപോലെ തന്നെ മറ്റ് കളരികളിലെ അധ്യാപകര്, അവരുമായിട്ടൊക്കെ ഉള്ള ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ആരാണ് പ്രധാന അധ്യാപകരായിട്ട്? കലാനിലയത്തില് 2000-2001 ആണ് ചേർന്നത്. അവിടെ അപ്പം അന്ന് പ്രധാന ആശാൻ കലാനിലയം കുഞ്ഞുണ്ണി ആശാൻ, ഇന്നത്തെ സീനിയർ ആർട്ടിസ്റ്റ്. ആശാന് നമസ്കാരം. പിന്നെ അദ്ദേഹം അടയ്ക്കാപുത്തൂര് ആണ് വീട് ആശാൻ്റെ. പിന്നെ കലാമണ്ഡലം ശിവദാസൻ ആശാൻ പാലക്കാട് അടുത്താണ് വീട്. അവർ രണ്ടുപേരായിരുന്നു അന്നത്തെ അധ്യാപകർ. ഞാൻ ചെന്ന് അപ്പോൾ കുറച്ച് പഠിച്ചിട്ടാണല്ലോ ചെന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ ചെണ്ടയിൽ പ്രാക്ടീസ് തുടങ്ങി. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. ബുദ്ധിമുട്ടുള്ള ജീവിതം തന്നെയാണ്, എല്ലാ സ്ഥാപനങ്ങളിലെയും പോലെ അവിടെയും വേണ്ടത്ര ബുദ്ധിമുട്ടുണ്ട്, ഒരു കുറവില്ല. ഇവിടുന്ന് അരങ്ങേറ്റം കഴിഞ്ഞുകൊണ്ട് പുളിമുട്ടി കൊട്ടലൊന്നും കാര്യമായിട്ട് വേണ്ടി വന്നിട്ടുണ്ടാവില്ല. ചെറിയൊരു പ്രയോറിറ്റി അതിലുണ്ടായിരുന്നു. അങ്ങനെ അത് അവിടെ ഒരു വർഷം കഴിഞ്ഞു. 2ാം വർഷം ഇരിങ്ങാലക്കുട അമ്പലത്തിൽ പുത്തരി മഹോത്സവം ഒരു ചടങ്ങുണ്ട്. ആ നവരാത്രിക്ക് ഉണ്ടായില്ല. അന്ന് എന്തോ ഒരു തടസ്സം വന്നു. എന്തോ എനിക്ക് ഓർമ്മയില്ല, എനിക്കാണോ എൻ്റെ ഒപ്പമുള്ള രാജനാണോ എന്തോ ഒരു തടസ്സം വന്ന് നവരാത്രിക്ക് അരങ്ങേറ്റം മാറ്റി വയ്ക്കുകയും പുത്തിരിക്ക് ഞാനും രാജനും പിന്നെ എൻ്റെ ഒപ്പം ഒരു ശങ്കരനുണ്ണി, കോങ്ങാടുള്ളൊരു ശങ്കരനുണ്ണി മത്തളം, നല്ല കൊട്ടായിരുന്നു, ഭയങ്കര കൊട്ട്. അത് വേറെ പറയാണ്ട്. അപ്പോൾ അയാളും പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, നെല്ലുവായൂർ ഉണ്ണികൃഷ്ണൻ, അയാളും ശങ്കരനുണ്ണിനെ തോന്നുന്നു. ഞങ്ങൾ പുറപ്പാട് മേളപ്പദം എല്ലാ മേളപ്പദത്തിൻ്റെ എല്ലാ ഞങ്ങളോട് കൂടിയ അന്ന് ഞങ്ങളാൽ കഴിയുന്ന വിധം നന്നായിട്ട് ചെയ്യാൻ പറ്റി. തുടക്കക്കാരല്ലേ, അതിൻ്റെ ഒരു ആ കഴിവിൽ ഞങ്ങൾ നന്നായിട്ട് ചെയ്തു. നല്ല മുഴുവൻ പുറപ്പാടായിരുന്നു. മുഴുവൻ പുറപ്പാട് മേളപ്പാടം ഇരിങ്ങാലക്കുട അമ്പലത്തിന്റെ കഥകളി നടക്കണ. അതെ, കഥകളി നടക്കുന്ന അവിടെയല്ല, അതിന്റെ മേള നടക്കുന്ന അരങ്ങേറ്റുണ്ടായിരുന്നു. അരങ്ങേറ്റത്തിന്റെ ഒരു അനുഭവങ്ങൾ എന്താണ്? അരങ്ങേറ്റത്തിന് കൊളത്തൂരിൽ നിന്ന് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫൗണ്ടർ എന്ന് വേണം പറയാം, സുരേഷ് ഏട്ടൻ. അപ്പോൾ കലാലയത്തിൽ ചേരാൻ കോഷൻ മണി എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പോൾ പൈസ വേണ്ടേ? പൈസ ഇല്ല. അച്ഛൻ സുരേഷ് ഏട്ടനോട് പറഞ്ഞു, അപ്പോൾ ഈ താൻ എന്നാ വിളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. താൻ എന്തിനാ അച്ഛനേക്കാൾ വയസ്സ് കുറയുന്നു, താന്നൊക്കെ വിളിക്കുക. എന്തിനാ ബുദ്ധിമുട്ടണ, ചേർക്കൂ. അങ്ങനെ സുരേഷ് ഏട്ടൻ പൈസയൊക്കെ ബുദ്ധിമുട്ടുണ്ടായില്ല പറയാം. സുരേഷ് ഏട്ടൻ തന്നെ അത് എന്നിട്ടാണ് കലാലയത്തിൽ ചേർന്നത്. അരങ്ങേറ്റത്തിന് ഇതേപോലെ ആശാൻ പറഞ്ഞു, കുഞ്ഞിനാശൻ പറഞ്ഞു അരങ്ങേറ്റമായിട്ടുണ്ട്, ആവാം. അപ്പോൾ ഞങ്ങൾ 2 ആളുടെ കാര്യവും ബുദ്ധിമുട്ടാണ്. എന്നേക്കാൾ ബുദ്ധിമുട്ടാണ് രാജൻ. എങ്ങനെയാലും അച്ഛനെ വിളിച്ചു.
അച്ഛനീ പറഞ്ഞ ഒരു കൈമലർത്തുന്ന ഈ ട്യൂഷനായിരുന്നു അച്ഛൻ. ഇംഗ്ലീഷിന്റെ നല്ല അറിവൊക്കെയാണ്, പക്ഷെ കയ്യിൽ കാശില്ല, അറിവുണ്ട്. അങ്ങനെ അരങ്ങേറ്റത്തിന്റെ ഒരു തീരുമാനം സുരേഷ് ഏട്ടനിലൂടെ ഉണ്ടായി. ഞാൻ ജീവിതത്തിൽ മറക്കുകയില്ല. അങ്ങനെയാണ് നമ്മളിപ്പോ ഇന്ന് ഞാൻ ഈ കുട്ടന്റെ പേരിൽ അരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ ഒരു കാര്യമെന്നോ അങ്ങനെയൊക്കെ പറയാം. പലർക്കും ഉണ്ടാവുമല്ലോ. ഇന്ന് തിളങ്ങി നിൽക്കുന്ന പലവരും ദാരിദ്ര്യത്തിൽ വന്നവരാണ്. അതേപോലെ തന്നെയാണ് ഞാൻ അങ്ങനെ വന്നത്. അങ്ങനെ അരങ്ങേറ്റം നിറപുത്തിരിക്ക് തീരുമാനിച്ചു. ഇവിടുന്ന് ഒരു സുരേഷ് ഏട്ടൻ്റെ വണ്ടിയിൽ തന്നെ, സുരേഷ് ഏട്ടൻ്റെ വണ്ടിയുണ്ട്, വണ്ടി അതൊന്നും ഓർമ്മയില്ല. ആ വണ്ടിയിൽ കുറച്ച് ആളുകൾ, എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ഒരു വല്യമ്മ, നേരത്തെ പറഞ്ഞില്ല വല്യമ്മ, പിന്നെ സുരേഷ് ഏട്ടൻ വായനശാലയിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കള്, അങ്ങനെയൊക്കെ പോടെ ഇങ്ങാലക്കൂടെ വന്ന് അവരത് എല്ലാവരും അനുഗ്രഹത്തോടെ ഞാനും രാജനും അരങ്ങേറി. ഒപ്പം ശങ്കരൻ ഉണ്ണിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ തുടർ പഠനം 4 വർഷം പഠിച്ചു. ശേഷം 2 വർഷം തായമ്പക പഠിക്കാൻ ഏത് കാലത്താണ് ഉണ്ടായത്? തായമ്പക ആദ്യത്തെ കൊല്ലത്തിൽ പഠിച്ചു. അതിന്റെ ഒരു അരങ്ങേറ്റമായിട്ട് തായമ്പക, കേളി എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയാണ്. അതിന്റെ ഒരു എന്താ പറയാ പഠന രീതി അങ്ങനെയാണ്. തായമ്പക, കേളി, പുറപ്പാട്, അങ്ങനെ അവിടെ മുതൽ പിന്നെ ചൊല്ലിയാട്ടത്തിലേക്ക് കിടക്കുകയും അങ്ങനെ ഉണ്ടായി. 2 ആശാന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ, കുഞ്ചുണ്ണി ആശാനും ശിവദാസനാശാനും അല്ലേ? അപ്പോൾ അതിൽ പഠിപ്പിക്കുന്ന രീതികളിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് അതല്ലെങ്കിൽ ആരാണ് അധികം പഠിപ്പിച്ചിരുന്നത്? പഠിപ്പിക്കുന്ന രീതികളിൽ ശരിക്കും വ്യത്യാസം ഉണ്ടായിരുന്നു. അതെനിക്ക് പഠനകാലത്ത് എനിക്ക് അത്ര ബോധ്യമല്ല, അത്ര നമുക്ക് തിരിച്ചറിവില്ലല്ലോ. അത് ഇപ്പോൾ കുഞ്ഞുണ്ണി ആശാന്റെ പഠന രീതി എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി ആശാനെ പഠിപ്പിച്ചത് അപ്പു ആശാൻ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കലാനിലയം ശൈലി തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞുണ്ണി ആശാൻ. അത് വായ്ച്ചൊല്ലുകളിലും പഠിപ്പിക്കുന്ന രീതികളിലും സ്വഭാവ രീതിയിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല പഠന സ്വഭാവമോ പഠന നിലവാരമോ ഉള്ള പഠിപ്പിക്കലായിരുന്നു, അധ്യാപകനായിരുന്നു, അല്ലെങ്കിൽ ഗുരുനാഥനാണ് കുഞ്ഞുണ്ണി ആശാൻ. ഒരു അതിലൊരു യാതൊരു തർക്കവും ഇല്ല. എല്ലാ കാലത്തും അദ്ദേഹത്തെ നമസ്കരിക്കുകയും ചെയ്യുന്നു. രണ്ടാമത് ശിവാശാൻ എന്ന് വിളിക്കാം. എല്ലാവർക്കും തൽപരനായിട്ടുള്ള അല്ലെങ്കിൽ വാദ്യലോകത്തിന് ഏറെ പ്രിയങ്കരനായിട്ടുള്ളൊരു ഗുരുനാഥനാണ് ശിവാശാൻ. ആശാനാണ് പിന്നെ തായമ്പകയുടെ ഒരു തുടർ പഠനം. അതിന് ആശാൻ കുറെ ശ്രമിച്ചു. ഞാൻ പഠിക്കുകയും ചെയ്തു. അടന്തക്കൂറൊക്കെ ആശാൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഞാൻ അതിന്റെ നോട്ട് എടുത്തു. എനിക്ക് ആരെങ്കിലും പഠിപ്പിക്കാൻ ഉള്ള ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടായത് ശിവാശാന്റെ ഒരു പഠിപ്പിക്കലാണ്, അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ നാട്ടിൽ കുറേ കുട്ടികളെ പഠിപ്പിച്ചു. ചിലവരൊക്കെ നന്നായിട്ട് ഉയർന്നു വന്നു, ചിലവർ പിന്നെ അങ്ങനെയാണല്ലോ. അതിനൊക്കെ ഒരു കാരണഭൂതൻ ആശാനാണ്. ശിവാശാന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ മദ്ദളം ആശാൻ ഉണ്ടായിരുന്നു, പെരുവനം ഹരിയാശാൻ. ഈ ചോദിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഈ ഇപ്പോൾ വായ്ത്താരികൾ നോട്ടൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ വായ്ത്താരികൾ ഹൃദിസ്ഥമാക്കിയിട്ടാണോ പഠിച്ചിരുന്നത്, അതോ കൊട്ടിയിട്ട് ശേഷം? അത് കുഞ്ഞുണ്ണി ആശാന് താളം പിടിച്ച് പറയണമെന്ന് നല്ല നിർബന്ധം. അന്നത്തെ ആ ഒരു നിർബന്ധത്തിൽ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തിനാ ആശ എങ്ങനെ പഠിപ്പിക്കണത്, നമ്മളിപ്പോൾ വേറെ എന്തൊക്കെ പരിപാടി അങ്ങനൊക്കെ തോന്നും. പഠന സ്വഭാവമാണല്ലോ, പഠന തർക്ക സ്വഭാവമാണ്. അപ്പോൾ ആശാനത് നിർബന്ധിക്കും. കഷ്ടകലാശൊക്കെ പഠിച്ചെടുക്കും, കുറച്ച് ബുദ്ധിമുട്ടി. അത് ഇപ്പോൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരു കലാനില രതീഷ് ആയിരുന്നു എൻ്റെ സീനിയർ. അദ്ദേഹം എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ രതീഷ് ഏട്ടൻ ഞാൻ എല്ലാം കൂടി ഇരുന്നിട്ട് ഞങ്ങളിത് വായിച്ചൊല്ല് പറഞ്ഞ് ഉറപ്പിക്കുകയും ഇന്നും എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള ആ ചിട്ടയിലുള്ള അവിടെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനം എനിക്കിന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം കുഞ്ഞുണ്ണി ആശാന്റെ ഈ ഒരു നിർബന്ധ ബുദ്ധി തന്നെയെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ മാത്രമൊക്കെ വിടാതിരിക്കും, അതിന്റെ ഒരു സൗകര്യം അതാണ് അതിൽ. താളം പിടിച്ച് പഠിച്ചാൽ അത് പഠിപ്പിക്കാനോ പ്രയോഗിക്കാനോ ഒക്കെ വളരെ ചൊല്ലുകള് അത് ശരിക്കും വേണം. അതൊരു പ്രയാസം തോന്നിയത് ചൊല്ലുണ്ടാവൂലേ ഏതെങ്കിലും ഒക്കെ? ഇപ്പൊ ഈ പറഞ്ഞ അഷ്ടകലാശം അത് ഏതെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യാൻ കഴിയും? ചൊല്ല് കുട്ടി ഇതായിട്ട് അങ്ങനെ വേണമെങ്കിലാവാം. അതെ, അതൊന്ന് നോക്കി നോക്കൂ, ഏതെങ്കിലും ഒരു ഓർമ്മയില് അഷ്ടകലാശത്തിന്റെ ആദ്യം ആവാം.
നക നക നഗി കാം ഡഡഗഡഗണനകാം ഡഡം ഡഡഗഡഗണനകാം ഡഡഗഡഗണനകാം ഡൗറ ഡൗറ ഡ ഡ ഡഡം ഡഡഗഡഗണനകാം ഡഡഗഡഗണനകാം ഡഡം ഡഡഗഡഗണനകാം. ഈ ഇപ്പം ഞാനീ പറഞ്ഞ ഭാഷ എന്നെ രണ്ടാമത് ശിവാശാൻ പഠിപ്പിച്ച കുഞ്ഞുണ്ണിയാശാന്റെ ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ണികൃഷ്ണാശാനൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആശാന്റെ അടുത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ദിരികിടതകതരക എന്നാ പറയാ. ഗീ കാം നഗതരക എന്ന് പറയും. ഇപ്പൊ പുതിയ തലമുറയിൽ എത്ര പേര് പറയുന്ന നഗനനകാം. എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ നഗനനകാന്ന് തോന്നിയിട്ടുണ്ട്. ചെണ്ടയുടെ ധനിയായിട്ടുള്ള ശബ്ദമാണ് എന്നൊക്കെ. രാ എന്നുള്ള ശബ്ദം ചെണ്ടയിൽ ഇല്ല ശരിക്കും. ഞാനായിട്ടൊന്നും വാദിക്കൊന്നുമില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാനത് തുടർന്ന് പോന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് വടക്കൻ രീതിയിലുള്ള അത് ഞാൻ വീണ്ടും പറയുന്നു, കലാലയത്തിൽ പഠിപ്പിച്ച എല്ലാം ഞാൻ അത്യാവശ്യം നല്ലൊരു കുട്ടിയായിട്ടാണ് എനിക്ക് നല്ല മികച്ച വിദ്യാർത്ഥിക്കുള്ള കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് നല്ല ഉത്സാഹിച്ച് പഠിച്ചിരുന്നു. കഷ്ടപ്പാടുകളെ കൊണ്ട് നിറഞ്ഞ ജീവിതമാണെങ്കിലും ഞാൻ ഇതിൽ നന്നായിട്ട് ശ്രമിച്ചു, നന്നായിട്ട് വൃത്തിയായിട്ട് സാധകം ചെയ്തിരുന്നു. അപ്പോൾ സാധകത്തിന്റെ കാര്യത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാള് പെരുവനം ഹരിയാശാനാണ്. പറയുമ്പോൾ മദ്ദളം വിഭാഗം അധ്യാപകനാണ്. ആശാൻ വെളിച്ചാങ്കാലത്ത് 2 മണിവരെയൊക്കെ സംസാരിക്കും, പല രീതിയിലുള്ള സംസാരം. 4 മണിക്ക് 4-4:30 വന്ന് വിളിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അല്ലെങ്കിൽ രാത്രി സംസാരിച്ചില്ലെങ്കിലും സാധകത്തിന് എത്തിയിട്ടില്ലെങ്കിൽ ആശാന്റെ ഒരു പ്രത്യേക പ്രകൃതമായിരുന്നു. അടി ഉണ്ടായിരുന്നു, വർത്തമാനം, ദേഷ്യപ്പെടല്. അന്ന് അതൊക്കെ ഞങ്ങൾക്ക് ശല്യമായിരുന്നു, തുറന്നു പറയാം. അന്ന് ഭയങ്കര ശല്യമായിരുന്നു. പക്ഷെ ആ ശല്യം ഇന്നൊരു മുക്തി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാർഗത്തിലേക്കുള്ള വഴി ആശാൻ കാരണം എനിക്ക് നമ്മുടെ എൻ്റെ സാധകം 100% കണക്കാക്കുകയാണെങ്കിൽ 50% ഹരിയാശാന്റെ ഒരു നിർദ്ദേശം അങ്ങനെ പറയാം. ശിവാശാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യണം, നന്നായിട്ട് കൊട്ടണ്ടോ ഒക്കെ ആശാൻ പറയും. ആശാനൊക്കെ അന്ന് കുറച്ച് ദൂരെ ഇരുന്ന് താമസം. അപ്പൊ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം എത്തിപ്പെടാനൊക്കെ പറഞ്ഞു. ഹരിയാശാൻ അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്ന സമയമാണ്. അങ്ങനെ ആശാൻ നിർബന്ധിച്ച് സാധനം ചെയ്യിപ്പിക്കലും, പിന്നെ ഒരു നല്ല 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 സമയങ്ങളിൽ ഈ എണ്ണങ്ങൾ പറഞ്ഞു തരിക, അതൊക്കെ ഇപ്പോഴും നല്ല അനുഭവം. അപ്പോൾ അന്ന് എനിക്ക് കലാനിലയത്തിൽ പഠിക്കുമ്പോൾ 6 വർഷം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ആലോചനകളും ഒക്കെ ആണെങ്കിൽ, പിന്നീട് ഞാൻ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ പല ആശന്മാരുടെ നിന്നും കണ്ട് കൊട്ട് പഠിക്കുകയും കേൾക്കുകയും ആസ്വദിക്കുകയും അല്ലെങ്കിൽ അത് സൗന്ദര്യം അറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഈ 6 വർഷം എനിക്ക് വളരെ വിലപ്പെട്ടതായി മൂല്യവത്തായി തോന്നി. അതിലൊരു നഷ്ടബോധം തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഉണ്ണികൃഷ്ണാശാന്റെ അടുത്ത് അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ എന്തുകൊണ്ട്, അത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആശാനായിട്ട് അച്ഛൻ എന്തോ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ആദ്യം സംശയമുണ്ട് എനിക്ക്. അപ്പൊ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കാണും. അച്ഛൻ അങ്ങനെ ആയിരുന്നു. അതിപ്പോ ഇന്നത്തെ കാലത്ത് ആരും അത് അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. അത് പിന്നെ ഈ പണ്ടത്തെ ആരും ഒരു പഞ്ചായത്ത് വിട്ട് അപ്പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ പോകേണ്ട ചിന്തകൾ പഞ്ചായത്തിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ? പഴയ ആൾക്കാർക്ക് അല്ലെങ്കിൽ വല്ല MLA ഒക്കെ ആവണം. ഇതൊന്നുമല്ല, സാധാരണ അധ്യാപകനാണ്. അതുകൊണ്ടായിരിക്കാം കലാമണ്ഡലത്തിൽ എനിക്ക് ഉണ്ണികൃഷ്ണാശാന്റെ കീഴിൽ അല്ലെങ്കിൽ ആശാന്റെ അനുഭവത്തിൽ എനിക്കൊരു അവസരം അവിടെ കിട്ടാതെ പോയതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ആശാനോട് യാതൊരു തരത്തിലും അച്ഛന് എന്താ പറയാ ഒരു ബഹുമാനക്കുറവോ അച്ഛൻ ആരോടും ജീവിതത്തിൽ ആരോടും ഒരു നീരസം പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയായിരുന്നു. ആശാനും അങ്ങനെ ചെറുപ്പത്തിൽ ഗൗരവമായിട്ട് ചെറിയൊരു ചെക്കൻ അങ്ങനെ ആവാം. ആശാൻ അങ്ങനെ നിരവധി പ്രമുഖരെ കണ്ടിട്ടുള്ള ആളല്ലേ. അതൊന്നും അങ്ങനെ ഒരു ഇനീഷ്യലായിട്ട് എടുക്കേണ്ട കാര്യം തോന്നുന്നു. ഈ അരങ്ങേറ്റത്തിന് ശേഷം പിന്നെ ഈ കളരിയിൽ ചൊല്ലിയാട്ടത്തിന് പഠിക്കുക ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അതോടൊപ്പം തന്നെ അരങ്ങിലേക്ക് വരലുണ്ടായിട്ടുണ്ടോ? കുട്ടിത്തരം വേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ള കലാനിലയത്തിൽ പഠിക്കുന്നവരുടെ തന്നെ വേഷത്തിന് ഞാനവിടെ ആദ്യം ഒരു മുതിർന്ന വേഷം സലജോഹത്തിനാണ് കൂട്ടിയിട്ടുള്ളത്.
ആരുടെ മുഴുമിച്ചില്ല. അതിന്റെ ഒരു അതൊക്കെ എപ്പോഴും ഒരു സ്വപ്നത്തിൽ എന്നുള്ള പോലെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. കലാനിലയം മനോജ് കൊണ്ടൊരു വേഷക്കാരൻ അയാളിപ്പോഴും ഫീൽഡിലുണ്ട്. അയാളുടെ ആയിരുന്നു സലജോ. ഞാനും നേരത്തെ പറഞ്ഞ ശങ്കരനുണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ അയാള് കൊട്ട് നിർത്തി. വാരാണ് മാലകെട്ടിലൊക്കെയാണ്. അപ്പൊ അയാള് ഇടയ്ക്ക് പോകണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ കുറവാണ്. ഈ പറഞ്ഞ പോലെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം കൊട്ടായിരുന്നു. നല്ല സുഖമുള്ള, നല്ല എന്താ പറയാ, കഠിനാധ്വാനിയായിട്ടുള്ള, സൽസ്വഭാവികമായിട്ടുള്ള ഒരു മദ്ദളക്കാരനായിരുന്നു അത് തന്നെ പറയാം. ഹരിയാശാന്റെ ഒരു ഇഷ്ട ശിഷ്യനും കൂടിയാണ്. ശങ്കരാന്നാ വിളിക്കുക. അതിന്റെ ആ വിളിയിലുണ്ടല്ലോ നല്ല നല്ല നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഈ വേഷം കെട്ടി ശീലം വേണ്ട. അയാളുടെ അരങ്ങേറ്റല്ല, ഈ സലജോഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രയാസം അല്ലെങ്കിൽ പരിഭ്രമം എന്താ പറയാ. അപ്പൊ അത് സലജോഹ ഒരു 60% ആയി. ശേഷം ഒരു രണ്ടാമത്തെ ഇങ്ങനെ ആക്കുന്ന ഒരു സാധനമുണ്ട്. അവിടെ മുതൽ അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ കിരീടം ഇളകി അങ്ങനെയൊക്കെ ആയിട്ട് നിർത്തി. അങ്ങനെ എന്നാലും അതൊരു നല്ല അനുഭവമായി. അതിന്റെ ഒരു സീരിയസ്നെസ് മുഴുവൻ ഉണ്ടായിട്ടല്ല. ആദ്യകാലങ്ങളിൽ സലജോഹം കൂട്ടുന്ന ആർക്കും എത്ര കേമാർക്കും അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ഒരു അനുഭവം അങ്ങനെ. പിന്നെ ലവണാസുര വധം ഈ പകുതി വെച്ച് നിർത്തിയോ അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്ത് നിർത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളരിയിലോ ആശാന്മാരെന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണങ്ങൾ, പ്രയാസപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ അന്ന് മനോജിന് ഭയങ്കര വാക്കുകൊണ്ടും അല്ലാതെയൊക്കെ ശിക്ഷ ഉണ്ടായി എന്നാണ് കേട്ടിട്ടുള്ളത്. അതന്ന് കലാനിലയം ഗോപിനാഥനാശാൻ അന്ന് ഇപ്പൊ ഇല്ല. അദ്ദേഹം അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഹരിയാശാനെ പോലെ തന്നെ നിർബന്ധ ബുദ്ധികളാണ്. രാവിലെ ഒന്ന് സാധകം, അത് ഒരു കലാകാരനാവണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ്. അങ്ങനെ മനോജ് നല്ലൊരു വാശിക്ക് എടുത്തിട്ട് പിന്നെ അയാൾ നന്നായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം മനോജിനുണ്ട് താനും. അതാണ് അതിനോടനുബന്ധിച്ച് പറയാനുള്ളത്. ഈ കലാനിലയത്തിൽ ആവുമ്പോൾ അതിൻ്റെ കഥകളി കുറേശ്ശെ പരിപാടി ഉണ്ടല്ലോ, പരിപാടികളുണ്ടാവും. ആ പരിപാടികൾക്ക് പോകുമ്പോൾ മേളപ്പദത്തിന് കൊട്ടയിട്ടുണ്ടോ കലാനിലയത്തിൽ പഠിക്കുന്ന കാലത്ത്? കലാനിലയത്തിൽ മേളപ്പദമായിട്ട് അങ്ങനെ ഒന്നും അവസരം ഉണ്ടാവില്ലോ. പിന്നെ പഠിക്കണ കാലത്തും PG കഴിഞ്ഞും ഇപ്പോൾ ചാലക്കുടി ഭാഗത്ത് കളികൾ മുരളി മാഷൊക്കെ ഉണ്ട്. മുരളി മാഷിൻ്റെ പരിപാടികൾ, അവിടെ ഒരു വേണു മാഷുണ്ട്. ഇനി അവിടെ ക്ലബിൽ ഒക്കെ ഇപ്പോൾ ഒന്നും അങ്ങനെ പങ്കെടുക്കാറില്ല. ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും അവിടെ ബുദ്ധിമുട്ടുകളുള്ള കാരണത്താലും ഇപ്പോൾ കുറവാണ്. അന്ന് ഈ പറഞ്ഞ പോലെ മുരളി മാഷിൻ്റെ പരിപാടികൾ ഒക്കെ ഉണ്ടായിരുന്നു. ഡെമോൺസ്ട്രേഷൻസ്, നല്ല തെറ്റില്ലാണ്ട് പരിപാടികൾക്ക് പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആശാനന്മാരുമായിട്ടൊക്കെ നല്ല ടൈംസ് ബന്ധമായിരുന്നു? നല്ല ബന്ധമായിരുന്നു. കളരിക്ക് പുറത്തുള്ളൊരു ബന്ധം? ആശാന്മാർ, ഞാൻ എൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒന്നാമത് ആരോടും അച്ഛൻ്റെ ഒരു നമുക്കങ്ങനെ ഒരു പ്രത്യേക മമതയൊന്നുമില്ല ഉള്ള പറയാം. പക്ഷേ ഉള്ള സ്നേഹം എനിക്ക് അങ്ങനെ തുറന്നു കാണിക്കൊന്നുമില്ല. ആശാന്ന് വിളിക്കുന്നതിലെല്ലാം ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ കാല് പിടിച്ച് അതിനൊന്നും നമുക്ക് ഒരു കാര്യമില്ല. അതാണ് അതിൻ്റെ ഒരു നിലപാട്. എല്ലാവരോടും, എന്നെ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപഠിക്കുന്നതോ ആയിട്ടുള്ള എല്ലാ ഗുരുനാഥന്മാരോടും ഞാൻ വളരെ സ്നേഹവും ആദരവും ബഹുമാനവും എന്താണെന്ന് വെച്ചാൽ എല്ലാം പുലർത്തിക്കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞുണ്ണി ആശാനോടും ശിവാശാനോടൊക്കെ തന്നെ എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ ആ ശബ്ദം കേട്ടാൽ മതി, ഭയങ്കര ഹാപ്പിയാണ്. ശിവാശാനൊക്കെ കുഞ്ഞുണ്ണി വിളിക്കാറുണ്ട്, കുറവാണ്. ആശാൻ അങ്ങനെ വിളിക്കാൻ ഒരു ചെറിയൊരു പേടിയാണ്. എന്താ ചിലപ്പോൾ നമ്മൾ പേടിപ്പെടുത്തിക്കളെ. ശിവാശാൻ അങ്ങനല്ല, വളരെ രണ്ടുപേരോടും നല്ല ടേംസിലാണ്. പിന്നെ ഹരിയാശാനൊക്കെ കാണാൻ കൊതിയവാണ്, ഇടയ്ക്കിടയ്ക്ക് കാണണം എന്നൊരു. അപ്പോൾ ആശാന്റെ പഞ്ചവാദ്യമൊക്കെ എടുത്ത് കാണും. അങ്ങനെയാണ്. അപ്പോൾ മറ്റ് ആശാന്മാരുണ്ടല്ലോ, ഇപ്പോൾ ഈ ചണ്ടയും മദ്ദളത്തിനെ കുറിച്ച് പറഞ്ഞു, അത് ഏതാണ്ട് ഒന്നിച്ച് നടക്കുന്ന കാര്യങ്ങളുമാണ്. അതെ. അപ്പോൾ മറ്റ് കളരികളുണ്ടല്ലോ, ആ വേഷത്തിൻ്റെ അതുപോലെ സംഗീതത്തിൻ്റെ, അവരൊക്കെ അന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അന്ന് അവരുടെയൊക്കെ ഒരു ബന്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു കലാ വളർച്ചയിലുള്ള സംഭാവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ, പരസ്പരം കൊണ്ടും കൊടുത്തിട്ടാവുമല്ലോ. അതെ. അപ്പോൾ അതിന് മറിച്ചൊരു ഇത് ഇപ്പം അരങ്ങേറ്റത്തിൽ തന്നെ
അരങ്ങേറ്റക്കാരാണല്ലോ പാട്ട് പാടിയിട്ടുള്ളത്? അല്ല, പാട്ടിന് എല്ലാം കൂടെ അരങ്ങേറ്റമായാൽ എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടാവും. അന്ന് അവിടെ അരങ്ങേറ്റത്തിന് പാടിയത് ആശാനായിരുന്നു. അന്ന് 3 ആശാന്മാരുണ്ടായിരുന്നു. 2 ആശാന്മാരായിരുന്നു. രാജേന്ദ്ര ആശാൻ എന്ന് പറയും, കലാമണ്ഡലം രാജേന്ദ്രൻ, കോട്ടയത്താണ് അദ്ദേഹത്തിന്റെ വീട്. എംബ്രാതിരി ആശാൻ ഇവിടെ മലപ്പുറം ജില്ലയിൽ ഇരിങ്ങാലക്കുടയാണ് താമസം. അപ്പോൾ അങ്ങനെ എംബ്രാതിരി ആശാനും പിന്നെ ഒരു ടെമ്പററി ആയിട്ട് ആരും ഉണ്ടായിരുന്നു, എനിക്ക് രാജീവേട്ടനാണോ ഓർമ്മയില്ല. അങ്ങനെ അവരാണ് അന്ന് പാടിയിട്ടുള്ളത്. എംബ്രാതിരിയെ പോലുള്ള ഒരാള് മേളപ്പദത്തിന് പാടാൻ കഴിഞ്ഞു അരങ്ങേറ്റത്തിന് അത് വലിയ ഭാഗ്യമാണ്. അല്ല, ശങ്കരൻ എംബ്രാതിരി ആശാനല്ല, മറ്റേ നാരായണ. അങ്ങനെയാണ് അരങ്ങേറ്റത്തിന്റെ ഒരു ഒപ്പം. ഞാനെന്താ ചോദിക്കാൻ കാരണം വെച്ചാല് എംബ്രാതിരി കുറെ കാലം ഇവിടെ ഉണ്ടായതാണല്ലോ കലാനിലയത്തിൽ. പെട്ടെന്ന് വരും എന്തെങ്കിലും ജീവിതമുള്ള നിലയ്ക്കാണ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ കലാനിലയത്തിൽ തന്നെ മുതിർന്ന ആശാന്മാര്, കുട്ടനാശാൻ, രാഘവനാശാൻ, ഇവരൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് അവർ കളരിയിലേക്ക് പങ്കെടുക്കാനൊന്നും എനിക്ക്, ഞാൻ പറഞ്ഞു എൻ്റെ ഈ കാലയളവ് പറയുന്നത് 2000-ന് ശേഷമുള്ള അതിനുള്ള അനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ പറയാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ കേട്ടോ കണ്ടോ അറിഞ്ഞിട്ടില്ല, അല്ല കേട്ടറിവ് മാത്രമാണ്, അല്ലെങ്കിൽ വായന തിരിച്ചറിവുകളേ ഉള്ളൂ, അല്ലാണ്ട് കണ്ടറിവ് നേരിട്ടുള്ള അനുഭവം ഇല്ല. പഠന രീതി പറഞ്ഞപ്പോൾ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് കളിക്ക് കുറേശ്ശെ കൊട്ടലൊക്കെ തുടങ്ങിയാലേ പിന്നെ രാവിലെ പഠിക്കലോ ഉച്ചയ്ക്ക് ശേഷം കളരി അങ്ങനെ വല്ല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ കളരിയിൽ കൊട്ടൽ തുടങ്ങിയത് കളരിയിൽ കൊട്ടാൻ തുടങ്ങിയിട്ട് 3-ാമത്തെ വർഷത്തിന്റെ പകുതിക്ക് ശേഷമാണ് കൊട്ടൽ. അതുവരെ കളരിയിൽ ഇരിക്കും, താഴെ ഇരുന്ന് മുട്ടിയിൽ കൊട്ടും, അങ്ങനെയൊക്കെയാണ്. അന്ന് എനിക്ക് എൻ്റെ സീനിയറായിട്ട് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പോൾ കലാനില രതീഷ് ഒക്കെ പറയുന്ന സീനിയറായിട്ടുള്ള മുതിർന്ന നല്ല പ്രസിദ്ധനായിട്ടുള്ള കലാകാരൻ, അയാളൊക്കെയാണ് നമ്മുടെ ഒരു വഴികാട്ടിയും കൂടുതൽ. ഇതിലിപ്പോൾ ഈ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ആശാന്മാരെക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്നത് സീനിയറായിട്ടുള്ള നമ്മുടെ അവർ തന്നെയാണ്. അവരാണ് നമുക്ക് പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യണമെന്നൊക്കെ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ സംഭവത്തിൽ അങ്ങനെ അവരുടെ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോവുകയും പറഞ്ഞ പോലെ താഴെ ഇരുന്ന് 3-3.5 വർഷത്തിന് ശേഷം ചുല്ലിയാട്ടങ്ങൾ, ചെറിയ ചുല്ലിയാട്ടങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഏതാ കൊട്ടിയെന്ന് വെച്ചാൽ കേട്ടാലും ജനസഖ്യ ഒരു സൂത്രകരണത്തിലൊരു അതാണ് തോന്നുന്നു. ഇനി എൻ്റെ ഓർമ്മയിലില്ല. അതിപ്പോ അങ്ങനെ എന്താ വെച്ചാൽ അങ്ങനെ അവസരം വന്നു, കൊട്ടേണ്ടി വന്നു. അക്കാലങ്ങളിൽ നടന്നിരുന്ന ചൊല്ലിയാട്ടങ്ങളിലാണ് ഇപ്പൊ ഈ പറഞ്ഞ ഭൂതനോ കേട്ടാലുമോ ജനസഖയോ ലവണാശ്രവത്തിലെ ആദിഭാവമൊക്കെ. അപ്പോൾ ഇത് കേട്ടാലുമോ ജന തോന്നും. അത് അങ്ങനെ ഒരു കളരിയിലിരുന്ന് കൊട്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ചെറിയ പിഴവുകളൊക്കെ ഉണ്ടായിട്ട് ആചാരൻ്റെ വേണ്ടോളം സമ്മാനം അത് ഒക്കെ രസമാണല്ലോ. അന്ന് രസമല്ല, ഇന്ന് അതിന്റെ ഒരു വകുപ്പുണ്ട് അതില്. പിന്നെ തുടർച്ചയായിട്ട് കളരികളിൽ കൊട്ടി. പിന്നെ കളരികളിൽ കൊട്ടി ഒരു മികച്ച കഥാപാത്രങ്ങൾക്കൊന്നും കൊട്ടിയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ചൊല്ലിയാട്ട കാലത്തൊന്നും. അതായത് ഉത്ഭവം പോലെയുള്ള കഥകൾക്കൊന്നും കൊട്ടാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഉണ്ടായിട്ട് കുറവാണ്. അതിപ്പോ അതെനിക്കൊരു വിഷമാവസ്ഥ കൊളത്തൂരിൽ ഉത്ഭവം ഉണ്ടായി, നീരജിന്റെ. അത് സുരേഷ് ഏട്ടൻ്റെ റഫിൽ തന്നെയായിരുന്നു വെച്ചത്. അന്ന് സുരേഷേട്ടനോട് ചോദിച്ചു, എന്നിട്ട് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വേണ്ടി വന്നു. അത് ഞാൻ എങ്ങനെയാ വെച്ചാൽ കലാനിലയത്തിൽ ഇറങ്ങിയ കാലഘട്ടത്തിലല്ല, കലാനിലയത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ 6-ാമത്തെ വർഷം കഴിഞ്ഞ് അടുത്ത ജൂണിൽ തന്നെ തിരുവനന്തപുരത്ത് മാർഗിലേക്ക് പോകുന്നുണ്ടായി. ഈ കലാനിലയത്തിലെ കോഴ്സ് ഏതാണ്ട് 6 കൊല്ലമാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഏതാണ്ട് ഒരു ചണ്ടക്കാരനായിട്ട് രൂപാന്തരപ്പെട്ടു. അതിനുശേഷം നാട്ടിൽ വരെ പോലും ഉണ്ടായിട്ടുണ്ടാവുക ഈ പരിപാടികൾ അല്ല, ജോലിയിൽ കയറുന്ന കിട്ടല്ലോ, അതല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചെയ്യലാണല്ലോ ഉണ്ടായിട്ടുള്ളത്. 6-ാമത്തെ വർഷം ഇങ്ങനെ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കഥകളി ലോകത്തെ അധികാനായിട്ടുള്ള കലാമണ്ഡലം കൃഷ്ണദാസ് ഏട്ടൻ, ഞാൻ ഏട്ടനാ വിളിക്കുന്നെങ്കിലും എൻ്റെ ആശാൻ്റെ ആശാൻ തന്നെയാണ്. കൃഷ്ണദാസ് ഏട്ടൻ ഇങ്ങനെ കലാനില രതീഷ് എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു മാർഗിലൊരു ചെണ്ടയുടെ ഒരു അവസരമുണ്ട്, വരുന്നോ? രതീഷ് ഏട്ടൻ എന്തുകൊണ്ടോ ഇല്ല എന്ന് പറഞ്ഞു. ഇത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് എല്ലാ കലാകാരന്മാർക്കുള്ള ഒരു ഒരു പേടി സ്വപ്നമാണ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വർഷങ്ങൾ. ഒരു അക്കാലമാണത്, ഒരു കാലാണ്, ഒരു ദിവസങ്ങളാണ്. അപ്പോൾ വരുമ്പോൾ തിരുവനന്തപുരത്താണ്. വീട്ടിൽ ഞാനൊരു മകനാണ്, വീട്ടിൽ ആരുമില്ല, അച്ഛനമ്മ ഞാൻ മാത്രം. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുള്ള പ്രയാസമുണ്ട്, ഏത് നിലയ്ക്കും പ്രയാസമാണ്.
ആകെ ഇങ്ങനെ അക്കശങ്ക പറയും നമ്മൾ അല്ലേ, അക്കശങ്കയിൽ നിൽക്കണ സമയത്ത് അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പഠിച്ചത് മുന്നോട്ട് പോകാനാണെങ്കിൽ അവസരം വന്നാൽ അല്ലെങ്കിൽ നിൽക്കേണ്ടത് ജപ്പാനിലാണെങ്കിലും അതെ പോയി പഠിക്കുക. ഞങ്ങളാലോചിച്ചാൽ തൻ്റെ എന്നെ താന്ന വിളിക്കുള്ളൂ, അല്ലാണ്ട് മോനെ കൂട്ടാന്ന് വിളിക്കില്ല. എൻ്റെ ഓർമ്മയിലില്ല. വേണേ പോയി പഠിച്ചോ. അങ്ങനെ ഞാൻ എസ് പറഞ്ഞു. ഒരു കൃഷ്ണദാസേട്ടനെ വിളിക്കുകയും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. അങ്ങനെ അവിടെ ചെന്നു. മാർഗിയിൽ സ്റ്റൈപ്പൻഡറി കാലഘട്ടത്തിൽ 2 വർഷം ഉണ്ട്. അതെനിക്ക് 1000 രൂപയാണ് മാർഗിന്ന് ശമ്പളം. ഒരു മാസം 1000 രൂപ. ഏത് കാലമാണ് അപ്പോൾ അത്? അത് 2007 2008 2010 ഉള്ളിൽ. ആ ഒരു സാമ്പത്തികത്തിൽ ഞാൻ ജീവിക്കാൻ പഠിക്കുകയും അങ്ങനെ ഉണ്ടായിരുന്നു. അതെ അതെ. വീട്ടിലേക്ക് പൈസ അയക്കുകയൊക്കെ വേണമല്ലോ. അത് വേണം. പഠിക്കലും വീട്ടുകാരെ പഠിപ്പിക്കലും ഒക്കെയാണ്. അങ്ങനെ 2 വർഷം നിന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ ഒന്ന് ഒരു 6 മാസം അവിടുന്ന് പോന്നു. അത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി മാറി. അപ്പം എനിക്കത് വല്ലാണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ സഹിച്ചിട്ടാണ് പലതും നേരിട്ടാണ് ജീവിച്ചു പോന്നിട്ടുള്ളത്. അങ്ങനെയാണ്. ഞാൻ ആരോടും പറയാറൊന്നുമില്ല. ഇതെനിക്കെന്തോ പറ്റിയില്ല. ഭയങ്കരമായിട്ട് ആകെ കരഞ്ഞ് ബുദ്ധിമുട്ടി. ഞാൻ ഫോർട്ട് കൊച്ചി സെൻട്രലിലേക്ക് പോയി. എന്താണ് ഈ ഡെയിലി അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു മാസം നിന്നു. അപ്പോൾ നമ്മുടെ ആ ചൊല്ലുണ്ടല്ലോ, പട പിടിച്ച് അവിടെ വലിയ പടയാണ്. കുടുങ്ങി തിരിച്ചപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സാധനം രാമശേട്ടൻ ഒരു ചണ്ടക്കാരുണ്ട്. രാമശേട്ടൻ്റെ ബന്ധു കൂടിയാണ്. രാമശേട്ടൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് ഇങ്ങനെ വടക്കന്തറ അമ്പലത്തിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അങ്ങോട്ട് പോവല്ലേ. അങ്ങനെ ശരി രാമശേട്ടൻ അങ്ങോട്ട് ചെന്നു. അവിടെ ഉള്ള ആള് അവിടെ അടുത്തിട്ട് ഇങ്ങോട്ടും പോകും. വടക്കന്തറ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടും. പണ്ട് അമ്മാവൻ കല്യാണം കഴിക്കില്ല, ഇവിടുന്ന് ഞാൻ അങ്ങോട്ടും അയാൾ അവിടുന്ന് ഇങ്ങോട്ടും. അയാളെ പേര് മറന്നുപോയി. എന്തായാലും ചെന്നപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് ജാതി സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ രൂപവും. പിന്നെ നിൽക്കില്ലല്ലോ അങ്ങനെയുള്ള. അപ്പൊ എനിക്ക് ആദ്യത്തെ അനുഭവം ഒന്നും ഇല്ലാണ്ടായി. അങ്ങനെ ഉണ്ടായത് തുറന്നു പറയണം. അങ്ങനെ സർട്ടിഫിക്കറ്റാ ചോദിച്ചത്. അമ്പലത്തിൽ അടിയന്തരം വേണ്ടി വന്നില്ല. അടിയന്തരം ആരോ നടത്തി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു. അങ്ങനെ കലാനിലയത്തിൽ വീണ്ടും എന്തോ ഒരു ദിവസത്തെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ കൃഷ്ണദാസേട്ടൻ എന്താ പരിപാടി വന്ന് കൃഷ്ണദാസേട്ടൻ എന്നോട് ഒരു ചെറിയൊരു ഞാൻ പോകുന്നതല്ലേ. അപ്പൊ അന്ന് അവിടെ എന്നെ മാർഗിയുടെ തലപ്പത്തിരിക്കുന്ന വേണുഗോപാൽ സാറ് കഥകളിയുടെ ഒക്കെ ഒരു വലിയൊരു എന്താണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ വലിയൊരാളാണ് അദ്ദേഹം. അന്ന് സർവകലാശാലയുടെ വലിയ പോസ്റ്റിലാണ്. അങ്ങോട്ട് കുളിപ്പിച്ചു, നമുക്ക് ശമ്പളം കൂട്ടാം. അപ്പോൾ എനിക്ക് അന്ന് എന്തോ എൻ്റെ കഷ്ടാലായിരിക്കും ശമ്പളം പ്രശ്നമായില്ല. അല്ലെങ്കിൽ ഞാൻ 2 കൊല്ലം 1000 രൂപയ്ക്ക് നിൽക്കില്ലോ പ്രശ്നമാണെങ്കിൽ. വലിയ സാറേ ഞാൻ പോന്നു. എന്നിട്ട് കൃഷ്ണദാസൻ അവിടെ ആളായിട്ടില്ല, വരുന്നുണ്ടോ? തിരിച്ച് ഞാൻ മാർഗിലേക്ക് തന്നെ പോയി.